കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 57 മുതൽ 66 വരെയുള്ള തിരുവചനങ്ങൾ. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സഖറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവൻ ഒരെഴുത്ത് പലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഞാൻ ഈ സുവിശേഷ ഭാഗം വായിച്ച് കൊണ്ടിരുന്ന സമയത്ത് സമാനമായ ഒത്തിരി അനുഭവങ്ങൾ ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പേരിടുന്ന കാര്യം വരുമ്പോൾ ഭയങ്കര അടിയാണ്. പിള്ളേരുടെയൊക്കെ പേരിടുന്ന സമയം വരുമ്പോണ്ടല്ലോ, കെട്ടിയവൻ്റെ വീട്ടുകാർ പറയും, ഇവിടുത്തെ അപ്പൻ്റെ പേരിടണം, ഇവിടുത്തെ അമ്മയുടെ പേരിടണം. ചിലപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ പറയും, ഇല്ല, അങ്ങനെയല്ല, നാട്ടുനടപ്പ് അങ്ങനെയല്ല, സാധാരണ അങ്ങനെയല്ല ചെയ്യുന്നത്, സാധാരണ ഇങ്ങനെയാണ്. ഇതിൻ്റെ നടുവിൽ ചിലപ്പോൾ ഇവർ മക്കൾ ചിലപ്പോൾ പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും ആലോചിച്ചും കുഞ്ഞ് ഉണ്ടാകുന്നതിന് മുമ്പേ ചില പേരുകളൊക്കെ ഇവർ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാവും അവരുടെ മക്കൾക്ക് ഇടാനായിട്ട്. ചിലപ്പോൾ വീട്ടുകാർ സമ്മതിക്കുകയില്ല, അപ്പനും അമ്മയും സമ്മതിക്കുകയില്ല, കുടുംബാംഗങ്ങൾ സമ്മതിക്കുകയില്ല. പിന്നെ അത് വലിയ പ്രശ്നമായിട്ട് മാറും. അവസാനം പേരിടുന്നതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഒത്തിരി കുടുംബങ്ങളിലും ബന്ധങ്ങളിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ അവസാനം അടിയായി. കാരണം ഭർത്താവിൻ്റെ വീട്ടുകാർ പറഞ്ഞു, അത് ശരിയാകുകയില്ല, അവളുടെ ഇഷ്ടത്തിനാണോ നീ നിൽക്കണ്ടേ, സാധാരണ നാട്ടു നടപ്പ് അങ്ങനെയല്ല, നിനക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് അവസാനം പിരിയേറ്റാൻ തുടങ്ങി. അവസാനം പറഞ്ഞു, അയ്യോ വീട്ടുകാർ സമ്മതിക്കുകയില്ല, അവസാനം ഇത് പ്രശ്നമാവും, നമുക്ക് എന്നാൽ പിന്നെ വീട്ടുകാർ പറയുന്നിടന്നാ. അവൾ പറഞ്ഞു, അത് ശരിയാകുന്ന അങ്ങനെ, നമ്മൾ ആലോചിച്ചും ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും എടുത്തൊരു തീരുമാനമല്ലേ നമ്മുടെ കുഞ്ഞിനെ ഈ പേരിടാന്നുള്ളത്. അവസാനം പൂക്കുറ്റി അടിയായി. നമ്മൾ ഇടപെടേണ്ടെന്ന് ഞാൻ പറഞ്ഞ്, നിങ്ങളുടെ കുഞ്ഞിന് പേരിടണമെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് ദൈവം ദാനമായി തന്ന കുഞ്ഞാണ്. നിങ്ങളൊരു പ്രാർത്ഥിച്ചൊരു കുഞ്ഞിനൊരു പേര് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, ദൈവം നിങ്ങൾക്ക് അങ്ങനെ തന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ പേരിട്ടാൽ മതി. ഇതിൻ്റെ പേരിൽ നിങ്ങളുടെ ദാമ്പത്യത്തിൽ പ്രശ്നം ഉണ്ടാകരുത്. ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഏറ്റവും മനോഹരമായൊരു ചിത്രം എന്ന് പറയുന്നത് സക്കറിയായും എലിസബത്തും. ഈ പേര് ഇടുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളായിരുന്നു. ഈ പേര് പോരാ, നമുക്ക് അപ്പൻ്റെ പേരിടണം, ഇങ്ങനെ പോയാൽ പോരാ എന്നൊക്കെ പറഞ്ഞ് എലിസബത്ത് പറഞ്ഞു, ഇല്ല, യോഹന്നാൻ എന്നാ പേരിടണ്ടെന്ന് പറഞ്ഞു. ചോദിച്ചു, അതങ്ങനെ ശരിയാകുന്നേ? യോഹന്നാൻ എന്ന് പേരിട്ട് അങ്ങനെ ശരിയാവും? നമ്മുടെ നാട്ടു നടപ്പ് അങ്ങനെയല്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സക്കറിയയുടെ അടുത്ത് ചോദിക്കാമെന്ന് പറഞ്ഞു. അവസാനം സക്കറിയയുടെ അടുത്ത് ചോദിച്ചു. സക്കറിയ ഒരു പലകയിൽ എഴുതി കാണിച്ചു, യോഹന്നാൻ എന്ന് പേരിടണം. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ ഒരു ഐക്യമില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രശ്നം ഉണ്ടായേനെ. ഇവർ തമ്മിൽ ഹൃദയത്തിൻ്റെ ഒരു ഐക്യം ഉണ്ടായിരുന്നത് കൊണ്ടും, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ദൈവസ്വരം കേൾക്കാൻ തീരുമാനമെടുത്തത് കൊണ്ടും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അവിടെ തന്നെ തീർന്നു. പിന്നെ വേറെ അങ്ങോട്ട് വലിച്ചടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല.
പലപ്പോഴും ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നല്ല ഈ പറയുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകും. വൈകാരികമായി വ്യത്യസ്തതകളുള്ളതുകൊണ്ട് ചില ജീവിതത്തിൻ്റെ പ്രത്യേക തീരുമാനങ്ങളുടെ മീതെയൊക്കെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇവർക്ക് ദൈവത്തോട് ആലോചന ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ അത് അവിടെ തീരണം. അങ്ങനെയാണ് തീരേണ്ടത്. അതിന് പകരം ഈ പ്രശ്നം വലിച്ച് അവൻ്റെ വീട്ടുകാർ, ഇവരുടെ വീട്ടുകാർ, രണ്ട് വീട്ടുകാർ കൂടി ചേർന്ന് അവസാനം ഇത് കുട്ടിച്ചോറാക്കി മാറ്റും. എൻ്റെ അടുത്ത് കൗൺസിലിംഗ് ഉണ്ടെന്ന് എത്ര കുടുംബങ്ങളാണെന്നറിയാവോ? മാതാപിതാക്കളുടെ അനാവശ്യമായ ഇടപെടൽ മൂലം തകർന്നു പോയ ദാമ്പത്യങ്ങൾ. ഞാൻ ഈ പിള്ളേരെ മുമ്പിലിരുത്തി ചോദിച്ചു, വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായുള്ളൂ, ഒരു കൈക്കുഞ്ഞുണ്ട്, 2-3 മാസം വരുന്നൊരു കുഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. 2 പേരുടെയും വീട്ടുകാരുണ്ട്. ഞാൻ അവസാനം അവരുടെ മുമ്പിൽ ഞാൻ ചോദിച്ചു, ഈ പിള്ളേരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ പ്രശ്നമില്ല. ഞാൻ ചോദിച്ചു, ഇവരുണ്ട്, നിങ്ങൾ എന്തിനാ ഈ വീട്ടുകാരെ കൂടെ ഇവിടെ ഇരുത്തിയേക്കുന്നത്? അവരവരുടെ വഴിക്ക് വിട്. 2 വലിയ പേര് കേട്ട വീട്ടുകാരാ, ഇവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരുടെയും വന്നൊരു ധ്യാനം കൂട്, പ്രശ്നം തീർക്കാം, പരിഹരിക്കാവുന്ന പ്രശ്നമുള്ളൂ. കാരണം ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർ കേട്ടില്ല. അവസാനം ഇപ്പോൾ ആ കുഞ്ഞുമായിട്ട് ഇവളൊരു സ്ഥലത്ത് താമസിക്കുന്നു, അവൻ വേറെ സ്ഥലത്ത് താമസിക്കുന്നു, ഡൈവേഴ്സായി. ഈ 2 കുടുംബാംഗങ്ങളുടെ ആവശ്യമില്ലാത്ത അനാവശ്യമായ ഇടപെടൽ മൂലം ദാമ്പത്യത്തിൽ ഒരു പ്രശ്നമില്ലായിരുന്നു ഇവർ തമ്മിൽ. പക്ഷേ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാണ് അവസാനം ഇവരിലെത്തി ഇവരുടെ ദാമ്പത്യം തകർന്നു. ഇവർ തമ്മിൽ സ്നേഹത്തിനായിക്കൊണ്ടായിരുന്നു ഇവർക്ക് പറയാവുന്നുള്ളൂ, ഞങ്ങളുടെ ദാമ്പത്യ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം, ഞങ്ങളുടെ ഇടയിലുള്ള അസ്വസ്ഥതകൾ ഞങ്ങൾ ദൈവത്തോട് ആലോചന ചെയ്ത് ഞങ്ങൾ പരിഹരിച്ചോളാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം അവിടെ തീർന്നേനെ. അതിനെ വീട്ടുകാരെല്ലാം ഇടപെട്ട് പിന്നെ അത് വലിയ വീട്ടിലെ പ്രശ്നങ്ങളായി, കുടുംബ പാരമ്പര്യം പറഞ്ഞായെന്ന് അവസാനം ഇത് ഡൈവേഴ്സിലേക്ക് എത്തിയത്. ഇവിടെ എലിസബത്തിനും സക്കറിയായാലും കാണുന്ന ഒരു നന്മയെന്ന് പറയുന്നത് ഇവര് ദൈവസ്വരം കേൾക്കാനും അത് കൃത്യമായിട്ട് മാനിക്കാനും തയ്യാറായി എന്നുള്ളതാണ്. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൂതൻ സക്കറിയായുടെ അടുത്ത് പറഞ്ഞു, സക്കറിയ, നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. എലിസബത്തിൽ നിനക്കൊരു കുഞ്ഞ് ജനിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. സ്വർഗം തെരഞ്ഞെടുത്ത് കൊടുത്ത പേരായിരുന്നു യോഹന്നാൻ. നമ്മൾ പേരിടുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇടക്കാലത്തൊക്കെ വെച്ച് ഇട്ടുകൊണ്ടിരുന്ന പേരുകളൊക്കെ നമുക്ക് തന്നെ അറിയാം എന്തെല്ലാം പേരുകളാണ്. പക്ഷെ ഇപ്പോൾ അതിനൊരു മാറ്റമുണ്ട് കേട്ടോ. ഇപ്പോൾ വചനാധിഷ്ഠിതമായ പേരുകളും വിശുദ്ധരുടെ പേരുകളൊക്കെ വീണ്ടും നമ്മുടെ മക്കൾക്കും ഒക്കെ ഈ തലമുറയിൽ ഇട്ടുവരുന്ന ഒരു പ്രവണത വീണ്ടും വന്നിട്ടുണ്ട്. ഇടക്കാലത്ത് വെച്ച് അതൊക്കെ നഷ്ടപ്പെട്ടു പോയായിരുന്നു. വചനത്തിൽ അധിഷ്ഠിതമായ സ്വർഗം നൽകിയ പേരുകൾ നൽകുന്നതാണ് എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത്. അത് ഇടുകയും അത് വിളിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ആ വിശുദ്ധരുടെ പേരുകൾ തന്നെ, അല്ലെങ്കിൽ ദൈവവചനത്തിൽ പ്രവാചകന്മാരുടെ ഒക്കെ പേരുകൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിന് പകരം നമ്മളിടുന്ന പേരുകൾ, ചില പേരുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പേര് പറയാൻ പോലും നമുക്ക് പറ്റിയല്ല. വിചാരിച്ചു തന്നെ ഇങ്ങനെയൊക്കെ, അത് അപ്പൻ്റെ പേരും അമ്മയുടെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരം കൂട്ടിയൊക്കെയാണ് പേരിട്ടുകൊണ്ടിരുന്നത്. അത് പറഞ്ഞു വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. അതുകൊണ്ട് ചിലപ്പോൾ അത് വായിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചിലപ്പോൾ പേരുകളൊക്കെ ആയിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ ശ്രദ്ധിക്കണം. 1, 2 ദമ്പതിമാർ തമ്മിലുള്ള ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ദാമ്പത്യത്തിൽ അവരുടെ തലമുറകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചെയ്ത് തീരുമാനമെടുക്കാവും. ബന്ധുക്കാരോടല്ല, നാട്ടുനടപ്പല്ല, പാരമ്പര്യം എങ്ങനെയായിരിക്കും അങ്ങനെ ആയിരിക്കും, അതൊന്നുമല്ല. അതിനേക്കാൾ അപ്പുറമായ ദൈവഹിതം എന്താണ്, ദൈവാലോചന എന്താണ്. ഞങ്ങൾ ഈ അടുത്ത് പോയ ഒരു ഇടവകയിൽ അവിടുത്തെ ഇടവചനം പറഞ്ഞ ഇതിനു മുമ്പുണ്ടായിരുന്ന വികാരിയച്ഛൻ പെരുന്നാളിൻ്റെ ആഘോഷങ്ങളൊക്കെ വെട്ടിച്ചുരുക്കി. ഈ വെടിപ്പൊട്ടും പൊട്ടീരും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ലക്ഷക്കണക്കിന്, അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അച്ഛന് നിർബന്ധമായിരുന്നു ആ കാശ് കൊണ്ട് ഒരു ഇടവക ജനത്തിൽ തന്നെയുള്ള ഭവനമില്ലാത്ത ആർക്കെങ്കിലും ഒരു വീട് പണിത് കൊടുക്കണമെന്ന്. ആദ്യം ഭയങ്കര വിമർശനമായിരുന്നു. കാരണം നാട്ടു നടപ്പ് അങ്ങനെയല്ല, നമ്മൾ എല്ലാ പെരുന്നാളിനും പൊട്ടിക്കുന്നതാണ്, നമ്മൾ ഗുണ്ടും ഇതും വെടിക്കെട്ട് നമ്മുടെ പെരുന്നാളിൻ്റെ ഇതാണ്, നിർബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ വിഷയം ഉണ്ടായി. പക്ഷെ വികാരിച്ചിനും കുറച്ച് കമ്മിറ്റി അംഗങ്ങളും സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് അത് മാറി. ഇവിടെ അച്ഛനുണ്ടായിരുന്ന 6 വർഷക്കാലം ആ ഇടവകയിലെ 6 കുടുംബങ്ങൾക്ക്, ഭവനമില്ലാത്ത 6 കുടുംബങ്ങൾക്ക് ഭവനം ഉണ്ടായി. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പം അവരെല്ലാം അച്ഛനെ കുറിച്ച് നല്ല പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ചിലപ്പോൾ പറഞ്ഞു കാണില്ല, ഈ പുള്ളിയെ തെറിയായിരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ
അച്ഛൻ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ വേറെ വികാരി അച്ഛൻ പറഞ്ഞു, പഴയ വികാരി അച്ഛനുണ്ടായിരുന്നപ്പോൾ ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് നാട്ടുനടപ്പ് അങ്ങനെയായിരുന്നു. അതെല്ലാം ചിലപ്പോൾ നാട്ടുനടപ്പ്, ചിലപ്പോൾ പാരമ്പര്യം, ഇതൊന്നുമല്ല. അതിനപ്പുറമായിട്ട് ദൈവഹിതം എന്താണ്, ദൈവാലോചന ചോദിക്കാനും ദൈവഹിതത്തിന് വിധേയപ്പെടാനും നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ഉപരി നന്മ നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മളിലൂടെ സമൂഹത്തിൽ സംഭവിക്കും. അതുകൊണ്ട് ഈ ദമ്പതിമാരെ പോലെ നമ്മുടെ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് കുടുംബങ്ങൾക്കുള്ള വലിയൊരു സന്ദേശമാണ് ദൈവത്തോട് ആലോചന ചെയ്തും ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിതങ്ങൾ ക്രമപ്പെടുത്തുമ്പോൾ അവിടെ ഒത്തിരി അസ്വസ്ഥതകളും പ്രശ്നങ്ങളും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടുമെന്നുള്ള സന്ദേശം. ഈ സന്ദേശ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിൻ്റെ കരുണ നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം.